അപ്പം നമ്മൾ പിന്നെയും ഐശ്വര്യത്തേക്ക് പോകാണ് നോമ്പ് തുറക്കാൻ പോകാണ്. ബാങ്കിട്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ബോധമാണ്. അപ്പം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ആനുവൽ ഡേൻ്റെ സ്പോർട്സിന് കിട്ടിയതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇത് 2 വിഭാക്ക്. ഇത് എനിക്ക് നട്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് എനിക്ക് നീഡില് നൂല് കയറ്റുന്ന മത്സരത്തിന് ഫസ്റ്റ് കിട്ടീന്. പിന്നെ ഇത് എനിക്ക് ലെമൺ സ്പൂണിന് സെക്കൻഡും പിന്നെ വാട്ടർ ഫില്ലിങ്ങിന് തേർഡും. ശരി അപ്പോൾ നമ്മൾ ഇനി അവിടെ നോമ്പ് തുറയാണ്. അപ്പോൾ അങ്ങോട്ട് പിന്നെ പോകാണ് 3-ാം പേർക്ക്. അപ്പോൾ ആനുവൽ ഡേൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല, ഇപ്പച്ചി എടുത്തിക്കണ്. ഇപ്പച്ചി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിക്കണേ, അത് ഇവിടെ ഇടും. അപ്പോൾ അത് അത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ 3 ഡിവിഷനിലെത്തും അല്ലേ ബാ. அதோட பள்ளி உட்கட்டமைப்பு வசதிகள் இந்த ஸ்ரீனிவாசா ட்ரஸ்ட் மூலமா பள்ளிக்கு அழகாக வழங்கப்பட்டுள்ளது. பார்க்கும்போதே ஒரு மாதிரி பள்ளியில் ஒரு இந்த இந்த பள்ளியினுடைய கதாநாயகர்களான இந்த பள்ளியின் மாணவ செல்வங்களே, இந்த பகுதியை பெற்றவர்களே, இந்த பகுதியை சார்ந்த ஊர் பெரியவர்களே, இந்த எஸ்எம்சி உறுப்பினர்களே, பெற்றோராசிரியர்கள், பள்ளியில் நல்ல ஒரு ஆர்வமுடையவராகவும் அங்குள்ள மாணவருக்கு 9ஆம் வகுப்பு 10ஆம் வகுப்பு அறிவியல் கணிதம் എല്ലാവരും വിളിക്ക്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അതന്നെ നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഞാൻ ഫോട്ടോ എടുക്കാം. പരിക്കാൻ ഫോട്ടോ എടുക്കാം കേട്ടാ. ക്ലാസ് മാറ്റി വെക്ക്. നിങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് അല്ലേ? എല്ലാം വേദിയിലേക്ക് നടക്കൂ. ആ ആയിക്കോട്ടെ, നടക്കും. എല്ലാവരും റെഡിക്ക് നിൽക്കേ. ആണ് മൊത്തം 10 ആളോ? ഒപ്പനൻ്റെ പാട്ടൊന്ന് പാടുമോ? ഒപ്പനൻ്റെ പാട്ട് അറിയില്ല? എല്ലാവരും നിൽക്കേ, ഫോട്ടോ എടുക്കട്ടെ.
അപ്പോൾ നമ്മൾ ആ 3 നമ്പറിലെത്തി. ആ ആനുവൽ ഡേൻ്റെ വീഡിയോ നിങ്ങൾ ആ ഇടയിലിട്ടത് കണ്ടിട്ടുണ്ടാവും. ഐശു ഉറങ്ങാണ്. ഷൊക്ക അല്ല ഉറക്ക. ഇപ്പോൾ എത്ര മണിയായി? 6:30 വരെയായി. കൊടുക്കാനായി. കൊടുക്കാനായി. ഇപ്പൊ കട കളിക്കാണോ? നമ്മളെങ്കിലേക്ക് വീട്ടിലെത്തി. എൻ്റെ അമ്മ ഛർദിച്ച് കുഴങ്ങി. പള്ളിയിലൊന്നും ലൈറ്റൊന്നും ഓഫ് ആക്കിയിട്ടില്ല. താറാവിയൊക്കെ ഉണ്ട് തോന്നുന്നു. അമ്മേ ഇപ്പൊ തളർന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചു. ചോറൊക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ക്യാമറ കാണാതായി. ഓറെ തിരണ്ട കിട്ടിയത് ടേബിളിൻ്റെ ഉണ്ടായിരുന്നു. അമ്മ കുഴങ്ങി വന്ന് ഇറങ്ങിയതും ഈ ഭാഗം ഛർദിച്ച് കോളാക്കി. ആ ആനക്കാട്ടുകൂടെ എങ്ങനെയൊക്കെയോ വന്നത് ഈ രാത്രി. അമ്മ 9:30. എല്ലാവരും കുഴങ്ങിയൊരു പരിവായി ഓരോരോ മൂലക്ക്. രാത്രി അവിടുന്ന് വരുന്നപ്പോൾ പിന്നെ അവിടുന്ന് ആകെ വണ്ടിയൊക്കെ ആകെ മഞ്ഞ് മൂടി കിടക്കുകയും. അങ്ങനെ മഞ്ഞല്ല, മഞ്ഞ് കാറ്റ് പോലത്തെ. എന്നിട്ട് അതൊക്കെ തുടച്ച് അവിടെ ഇറങ്ങി തുടച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവ വണ്ടിയിൽ നിന്നൊക്കെ ഉറങ്ങി കഴിഞ്ഞു. എന്നിട്ട് നീപ്പിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കിയപ്പോഴത്തേക്ക് മൊത്തം ഛർദിച്ചു. ഇബ്ബാനെ കാണിച്ചില്ല. ഇപ്പം ഛർദിച്ച് കൊയങ്ങി കടന്ന് ഉറങ്ങി. കണ്ടില്ലേ ഇവാ 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 ഉറങ്ങി. ഞാൻ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.